അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. കിഡ്ലൻ മേക്കിംഗ്, സിനിമാറ്റോഗ്രഫി, പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെ ആക്ടിങ് എല്ലാം അടിപൊളി. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര നല്ല കാര്യം പെർഫോമൻസ്, പ്രത്യേകിച്ച് ആസിഫിൻ്റെ ആ പഴയ കാലഘട്ടവും ഈ രണ്ടാമത് കാണിക്കുന്ന കാലഘട്ടവും പുള്ളി ക്യാരി ചെയ്തേക്കുന്നതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആൻഡ് ബ്രില്യൻ മേക്കിംഗ്. കാര്യം ഒരു കോൺസെപ്റ്റിനെ നമ്മളെ ഒരു കൺവിൻസ് ചെയ്ത് പിടിച്ചിരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേക്കിങ്ങിന് ഈ ഒരു കോൺസെപ്റ്റിനെ പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ മേക്കറിൻ്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. അല്ല എന്നുവെച്ചാൽ അവർ 3 പേരെ വെച്ചാണ് പോകുന്നത്. ബ്രില്യൻ്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മേക്കറിൻ്റെ കഴിവ് തന്നെയാണത്. അല്ല, ഒരു നല്ലൊരു സ്റ്റോറിയും അതിനെ ബ്രില്യൻ്റ് ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറും അതിനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ബ്രില്യൻ്റ് ആക്ടിങ്, ബ്രില്യൻ്റ് ടെക്നിക്കൽ വർക്ക്. ആ ഫ്രെയിമൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒട്ടും ഇത്രയും പ്രതീക്ഷയില്ല. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ആസിഫിൻ്റെ ആ ഒരു മാനറിസംസ് ഒക്കെ പഴയ കാലഘട്ടവും രണ്ടാമത് പ്രസൻറ്റ് കാണിക്കുമ്പോഴും അതിന് ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തേക്കുന്നതൊക്കെ കിഡിലിനായിട്ടുണ്ട്. ആസിഫ് കിട്ടിയ അവസരം നല്ല പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡയറക്ടറാണെങ്കിലും ആ കിട്ടിയ എന്താ പറയുക ലൊക്കേഷനെയും ആർട്ടിസ്റ്റുകളെയും ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സെഗ്മെൻറ്റ് കലക്കാൻ ഒരു കിഡിലൻ ഡയറക്ടറാണ് മലയാളത്തിന് ഇനി ഫ്യൂച്ചറിൽ. ഓൾറെഡി പ്രൂവ് ചെയ്തേക്കുന്ന ആക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജോണർ കിട്ടിയാലും ഹി ക്യാൻ ഡു ഇറ്റ് എന്ന് കാണിച്ചേക്കുന്ന ഒരു അവസരം കിട്ടിയാൽ എന്ത് അവസരം കിട്ടിയാലും ഹി ക്യാൻ ഡു ഇറ്റ് എന്ന് പ്രൂവ് ചെയ്തു. തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ഇതേപോലെ തന്നെ. അല്ല, ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഇനി ഒരു കോൺഫിഡൻസ് ആയിരിക്കുള്ളൂ. കാര്യം ഇങ്ങനെ ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ പല കഥകൾ എഴുതുന്ന സമയത്തെല്ലാം അവരുടെ ഉള്ളിൽ ഒരു പ്രോമിസിങ് പെർഫോമറെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഭയങ്കരമാണ്. തീർച്ചയായും അവർക്ക് നല്ലൊരു കോൺഫിഡൻസ്. Of course. Thank you so much.